ജക്കീർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയെ വധിച്ചത് ദിവസങ്ങൾ നീണ്ട നിരീക്ഷണത്തിന് ഒടുവിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഖമനേയി എവിടെയാണെന്ന് ഇന്റലിജൻസ് ട്രാക്കിംഗ് സംവിധാനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ തൻ്റെ ഓഫീസിലുണ്ടെന്നുള്ള ഉറപ്പുകൾ വരുത്തി യാതൊരു പഴുതും നൽകാതെയായിരുന്നു ആക്രമണം നടന്നത്. ഖമനേയിക്കോ അദ്ദേഹത്തോടൊപ്പം കൊല്ലപ്പെട്ട മറ്റു നേതാക്കൾക്കോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഖമനേയി അടക്കമുള്ള നേതാക്കളെ വധിച്ചത് 30 ബോംബുകൾ തുടർച്ചയായി വർഷിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഖമനേയിയെയും കൂട്ടാളികളെയും ഒന്നിച്ചു വധിക്കാനുള്ള സമയം നിരീക്ഷിച്ച് കണ്ടെത്തിയ ശേഷമായിരുന്നു ഇസ്രായേൽ US സംയുക്ത സേന ആക്രമണം നടന്നത്. ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഖമേനിയുടെ കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ട് മൊത്തത്തിൽ നശിപ്പിച്ചു എന്നാണ്. ഇറാൻ്റെ സുരക്ഷയ്ക്ക് നേതൃത്വം നൽകുന്ന മുതിർന്ന അംഗങ്ങളെയെല്ലാം വധിച്ചിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന എക്സിലൂടെ കുറിച്ചത്. ഇറാനിലെ മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥനും സുരക്ഷാ ഉപദേശകനുമായ അലി ഷംഖാനി, അതുപോലെ തന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡർ മുഹമ്മദ് പക്പൂർ, അതേപോലെ പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദ തുടങ്ങിയ ബുദ്ധി കേന്ദ്രങ്ങളെ വധിച്ചെന്നാണ് IDF അറിയിച്ചത്. അതിൽ ഖമേനിയുടെ പേരക്കുട്ടി, മരുമകള് ഇവരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഖമേനിയെക്കുറിച്ച് യാതൊരു വക വിവരവും ഉണ്ടായിരുന്നില്ല. ശനിയാഴ്ച നടന്ന ആദ്യ ബാരേജിലെ അദ്ദേഹത്തിൻ്റെ സുരക്ഷിതമായ കെട്ടിടത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളതായിട്ട് ഈ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെടുത്തതായിട്ട് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്. മൃതദേഹത്തിൻ്റെ ചിത്രം നെതന്യാഹു പുറത്തുവിട്ടുവെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അയത്തുള്ള അലി ഖമേനിയെ കൊല്ലപ്പെട്ടത് ശനിയാഴ്ച പുലർച്ചെയാണെന്നാണ് സ്ഥിരീകരണം വരുന്നത്. അതായത് ഇറാൻ്റെ ഉന്നത സുരക്ഷാ നേതാക്കളായ പ്രമുഖർ ടെഹ്റാനിലെ 2 സ്ഥലങ്ങളിലായിട്ട് യോഗം ചേർന്നത്. ഈ ദുരന്തര സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അതിനകത്ത് ചാരപ്പണി നടത്തുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ യോഗം ചേർന്ന് ഇസ്രായേലിൻ്റെ മിലിറ്ററി ഇൻ്റലിജൻസ് ഡയറക്ടേഴ്സ് കണ്ടെത്തിയെന്നും അതിന് പിന്നാലെയാണ് അപ്രതീക്ഷിത ആക്രമണം നടന്നതെന്നും ഇസ്രായേൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ ഇന്നലെ രാവിലെയായിരുന്നു ആ സർപ്രൈസ് അറ്റാക്ക്. ഖമനേയിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്നലെ രാത്രിയോടെയാണ് പുറത്തു വന്നത്. ആ പുറത്തു വന്ന സമയത്ത് ഇറാൻ അത് നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. സ്വന്തം ഓഫീസിൽ വെച്ചാണ് ഖമനേയി കൊല്ലപ്പെട്ടത്. ഇറാനെതിരെ സൈനിക ആക്രമണം തുടരുകയാണെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യവും വേഗതയുമുള്ള ഒരു അറ്റാക്കാണ് നടക്കുന്നതെന്നും ഇറാനെതിരെ സൈനിക നടപടി ഈ ആഴ്ച ഉടനീളം തുടരുമെന്നും മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൈവരിക്കും വരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു അറ്റാക്ക് തുടരും എന്ന് തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം ഇതുവരെ ഇല്ലാത്ത തിരിച്ചടിക്ക് ഒരുങ്ങുന്നുവെന്നും IRGC പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശനിയാഴ്ച പുലർച്ചെ ഓഫീസിലായിരുന്നു ഖമനേയി. അവിടെ ചുമതലകൾ നിർവഹിക്കുന്നതിനിടെയായിരുന്നു ഖമനേയി കൊല്ലപ്പെട്ടത്. അത് അവിടുത്തെ ഫാർസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇറാനിലെ ഖമനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ശക്തമായ തിരിച്ചടിക്ക് ഇറാൻ ഒരുങ്ങുന്നുവെന്നാണ് വിവരം പുറത്തു വന്നിരിക്കുന്നത്. അതിൽ അതായത് ഇറാൻ പറയുന്നത് ഇങ്ങനെയാണ്: ഖേദിക്കേണ്ടി വരുമെന്നും കടുത്ത ശിക്ഷ ഉറപ്പാക്കണമെന്നും ഇറാൻ വിപ്ലവ സേന, ഇറാനിയൻ റവല്യൂഷൻ ഗാർഡ് കോർപ്സ്, അതായത് IRGC പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. ശക്തമായ തിരിച്ചടി ഉടനെ തന്നെ ഇറാൻ ക്യാബിനറ്റും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ്റെ ഭീഷണി ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം ശക്തമാക്കുന്നതിൻ്റെ സൂചനയാണ്. ഇതിനിടയിൽ ഇറാനിൽ താൽക്കാലിക ഭരണകൂടം അധികാരമേറ്റിട്ടുണ്ട്. പ്രസിഡന്റും ജുഡീഷ്യറി മേധാവിയും ഉൾപ്പെടെ 3 അംഗങ്ങളാണ് ഈ സമിതിയിലുള്ളത്. മികച്ച നേതാവിനെ നഷ്ടമായെന്നും മരണത്തിൽ ദുഃഖിക്കുന്നു എന്നുമായിരുന്നു ഖമനേയിയുടെ മരണത്തിന് പിന്നാലെ IRGC പ്രതികരിച്ചത്. ഇറാൻ ഈ യുദ്ധത്തിൽ വിജയിക്കും എന്ന് തോന്നുന്നില്ല. കുറച്ച് സമയം പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് മാത്രം. ഏഷ്യയിലെ ഏതെങ്കിലും ഒരു രാജ്യം അത് സൈനികമായിട്ട് ഉയർച്ച വന്നാൽ ഏതെങ്കിലും ഒരു കാരണം പടച്ചുണ്ടാക്കിയിട്ട് ആ രാജ്യത്തെ നശിപ്പിക്കും. അതാണ് അമേരിക്ക. അതിനവർ അറബ് രാജ്യങ്ങളിൽ താവളങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ഈ യുദ്ധത്തിൽ ഇസ്രായേലിന് ഒരുപക്ഷെ കനത്ത ആഘാതം ഏൽക്കേണ്ടി വരും. കാരണം ഇസ്രായേലിനെ കൊണ്ട് അമേരിക്ക അടി തുടങ്ങി വെപ്പിച്ചത്. അതിനാൽ അറബികളെ കൊണ്ട് തന്നെ ഇസ്രായേലിന് പറ്റിയ നഷ്ടങ്ങൾ നികത്തും. ഈ വിഷയത്തിൽ ഒരു രാജ്യവും, അതായത് ഈ വിഷയത്തിൽ ഏഷ്യയിലെ ഒരു രാജ്യവും സന്തോഷിക്കേണ്ട കാര്യമില്ല. ആയുധശേഷിയോ സൈനിക ശേഷിയോ ഏഷ്യയിലെ ഏത് രാജ്യവും നേടി എന്ന് അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ രാജ്യം തീർന്നു എന്ന് കരുതിയാൽ മതി. തല്ലുകയും തല്ലോടുകയും ചെയ്യുന്ന കാര്യത്തിൽ അമേരിക്കയുടെ മിടുക്ക് മറ്റൊരു രാജ്യത്തിനുമില്ല. യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ധാർമ്മികതയും ആദർശവും മാത്രം പോരാ, അത്യാധുനിക ആയുധങ്ങളും സൈനിക ശക്തിയും വേണം. അമേരിക്കയ്ക്കും ഇസ്രായേലിനുള്ള ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇറാനിൽ ഒരു കയ്യിലൊതുങ്ങുന്ന സർക്കാർ സ്ഥാപിക്കുക, ഇറാൻ്റെ യുറേനിയത്തിൻ്റെ നിയന്ത്രണം നേടുക. നിങ്ങളെന്നൊന്ന് ചിന്തിച്ചു നോക്കിയൊക്കെ, അമേരിക്കൻ ഭരണകൂടം ഇതുവരെയുള്ള ഒരു അണുവായുധം പ്രയോഗിച്ച ഒരു നാട്, ആ നാടിനെ ഈ ഒരു സംഭവം കയ്യിൽ വെക്കാം. ആ നാട് ഇത് ഉപയോഗിച്ചിട്ടുമുണ്ട്. എന്നാൽ ഉപയോഗിക്കാത്ത, തങ്ങളിനി ഉപയോഗിക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ടും അവർ ആ ഒരു സംഭവം വെച്ചിട്ട് അത് ആ ഒരു അത്രയും പ്രഹരശേഷിയുള്ള ആയുധങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടും യുറേനിയം കയ്യിലുണ്ട് എന്ന് ഉള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് ഇറാനെ നശിപ്പിച്ച് കളയാൻ തുനിഞ്ഞിറങ്ങിയ അമേരിക്ക. അതായത് ഈ ഇറാൻ്റെ യുറേനിയത്തിൻ്റെ നിയന്ത്രണം അവർ ഏറ്റെടുക്കണം. അതാണ് അവരുടെ ഏറ്റവും വലിയ, അതാണ് ഈ ഒരു പൊളിറ്റിക്സിൻ്റെ പിന്നിലുള്ള പ്രധാന കാരണം. നാളെ ഇന്ത്യയിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് നൽകാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അടിമപ്പെട്ടില്ലെങ്കിൽ നമ്മൾക്കും ഇതേ ഗതി തന്നെ വരും എന്ന് സാരം. പിന്നെ അവർക്ക് ആവശ്യമുള്ളത് ഇറാൻ്റെ എണ്ണ കവരുക എന്നുള്ളതാണ്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ്, അത് ആ ഹോർമസ് കടലെടുക്കുണ്ടല്ലോ, അത് കൈവശപ്പെടുത്തുക. മുമ്പ് ഇറാഖിൽ വിനാശകരമായിട്ടുള്ള ആയുധങ്ങൾ സദ്ദാം ഹുസൈൻ കയ്യിൽ വെച്ചു എന്നുള്ള ഒരു പേരിലാണ് സദ്ദാം ഹുസൈനെ കൊല്ലിച്ചത്. അതുപോലെ തന്നെ ഇതും ഒരു തന്ത്രമാണ്. ഇസ്ലാമിക ലോകത്ത് ആണവായുധം ഒരു സ്വപ്നമാണ്. പാകിസ്ഥാൻ മാത്രമാണ് അതിൽ വിജയിച്ചിരിക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ അമേരിക്കയുടെ കൈക്കൂലിയാണ്. അതുകൊണ്ട് പാകിസ്ഥാനെ ഇസ്ലാമിക ലോകത്തിൻ്റെ സ്വതന്ത്ര ഭാഗമെന്ന് കണക്കാക്കാനാവില്ല. ഇറാൻ ആണവായുധം നിർമ്മിച്ചാൽ മുഴുവൻ ഇസ്ലാമിക ലോകത്തിൻ്റെ രാഷ്ട്രീയവും മാറും. കാരണം ഖമേനി അമേരിക്കയുടെ കൈക്കൂലിയല്ല. ഇറാൻ ഇല്ലാതായാൽ ഇസ്ലാമിക ലോകം ദീർഘകാല അടിമത്തത്തിലേക്ക് വീഴും. ഇത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്തോട് താരതമ്യം ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത് എണ്ണയ്ക്കായിട്ടുള്ള ഒരു യുദ്ധമല്ല. ലോകത്ത് എണ്ണയ്ക്ക് കുറവൊന്നുമില്ല. ഇത് പവർ ബാലൻസ്, അധികാര സമതുലനം, അതിനുവേണ്ടിയുള്ള ഒരു യുദ്ധമാണ്. ഖമേനിയുടെ ഭരണമാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉറക്കം കെടുത്തിയിരുന്നത്. അമേരിക്കയ്ക്കെതിരെ അമേരിക്കയുടെ കൈക്കൂലിയായിട്ട് നിൽക്കാൻ സാധ്യമല്ലാത്ത രാജ്യങ്ങളെയൊക്കെ അമേരിക്ക തുടയ്ക്കും. ഇപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ നിർത്തിയിട്ട് അമേരിക്ക പറയുന്നിടത്ത് ഇട്ടുപോയി. അതാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് അടിമപ്പെടുക എന്നുള്ളതാണ് ഇപ്പോൾ ഏഷ്യൻ രാജ്യങ്ങൾക്ക് മുന്നിലുള്ള ഒരു വഴി എന്നുള്ള രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ രാജ്യത്ത് പല പ്രശ്നങ്ങളുണ്ടാവാം. ഇറാനിലെ മതത്തിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ നമ്മുടെ ഇന്ത്യയിലില്ലേ മതത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങളില്ലേ? അതുപോലെ അവരാരുടെ രാജ്യത്തുണ്ടാവുന്ന കാര്യങ്ങൾ അവരാരാണ് തീരുമാനിക്കേണ്ടത്. അതല്ലാതെ മറ്റുള്ള രാജ്യക്കാർ വന്നിട്ടല്ല നമ്മുടെ രാജ്യത്തെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. ഇറാനിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഇറാനാണ്, അമേരിക്കയോ ഇസ്രായേലോ അല്ല. സോ ഇറാനെ എല്ലാവരും കൂടി ഇപ്പോൾ ഒറ്റപ്പെടുത്തുന്നു. സദ്ദാം ഹുസൈൻ വീണപ്പോൾ ഒരു കാലത്തൊരു കാവൽ നായയെ പോലെ അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ കാലിനുള്ളിൽ ഇരുന്നിട്ടുണ്ടല്ലോ എന്നൊരു ഓർമ്മ സദ്ദാം അനുകൂലികളെ വേട്ടയാടിയിട്ടുണ്ട്. 8 കൊല്ലം കാവലിരുന്ന് ഇറാനെ ആക്രമിച്ച സദ്ദാമിനെ പശ്ചിമേഷ്യ അനുസ്മരണങ്ങളിൽ ഓർത്തു. എന്നാൽ ജീവിതകാലം മുഴുവൻ ആയത്തുള്ള ഖമേനി സാമ്രാജ്യത്തിനെതിരെ മാത്രം പ്രവർത്തിച്ച ധീരനായിരുന്നു. മുട്ടുമടക്കാതെ എന്നും ഒരേപോലെ നിന്ന ഒരാൾ. അയാളുടെ ഭരണത്തിലെ ആ നാട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഹിജാബ് ശരിയായിട്ട് ധരിക്കാത്തതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി മരിക്കേണ്ട ഒരവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അവരെ അറ്റാക്ക് ചെയ്ത് കൊന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ
ഒരുപാട് പ്രശ്നങ്ങൾ മതത്തിൻ്റെ പേരിൽ, അതായത് സ്ത്രീകൾക്ക് എതിരായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളൊക്കെ വളരെ കുറവുള്ള ഒരു നാടാണ്. ഒരു കെട്ടുപാടുള്ള, മതത്തിൻ്റെ ഒരു കെട്ടുപാടുള്ള ഒരു നാടാണ്. ഓക്കെ, അതൊക്കെ സംഭവിച്ചു. പക്ഷേ മറ്റുള്ള ശക്തി വന്നിട്ട് നമ്മുടെ നാടിനെ അടിക്കുമ്പോൾ അത് എന്താണ്? നമ്മളെ രാജ്യത്ത് ബ്രിട്ടീഷുകാർ വന്ന് ഭരിച്ചപ്പോൾ നമ്മൾ എന്തുകൊണ്ട് എതിർത്തു? അവർ നല്ല കാര്യങ്ങളല്ല ചെയ്തത്. അവർക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തായിരുന്നു? ഇതേപോലെ ഇപ്പോൾ നമ്മളെ ട്രംപ് പറയുന്ന പോലത്തെ, അല്ലെങ്കിൽ ഈ നെതന്യാഹു പറഞ്ഞ എന്താണ്? ഇതാണ് കറക്റ്റ് സമയം, യുവാക്കളെ നിങ്ങൾ തെരുവിലിറങ്ങുക എന്നാണ്. നിങ്ങൾ തെരുവിലിറങ്ങിയിട്ട് ഭരണം പിടിച്ചെടുക്കുക, നിങ്ങൾ സ്വതന്ത്രമാവുക എന്നാണ്. അതേപോലെ തന്നെയാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ നമ്മളോട് പറഞ്ഞത്. എന്താണ്? ഇവിടെ ഞങ്ങൾ വരുമ്പോൾ ചേരി തിരിഞ്ഞ്, അതായത് പല നാട്ടുരാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ ഒരു ഒത്തൊരുമയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി വീഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളാണ് എല്ലാം ഒരു കുടക്കീഴിലാക്കിയത് എന്നാണ് അവർ പറയുന്നത്. അതിനെ എതിർത്തുകൊണ്ടാണ് പിന്നീട് നമ്മൾ ഇന്ത്യക്കാർ ഒറ്റക്കെട്ടായത്. അപ്പോൾ ഒരു രാജ്യത്തുണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ മാത്രം സ്വന്തമാണ്. അത് മറ്റുള്ള രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുക, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്ത് നിന്ന് ആൾക്കാർ വന്നിട്ട് ഇവിടെ കയറി ഇവിടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സത്ത അവിടെ ചോർന്നു പോവുകയാണ് ചെയ്യുന്നത്. അയത്തുള്ള ഖമേനി സാമ്രാജ്യത്തിനെതിരെ എന്നും ഒരേപോലെ നിന്നൊരാളാണ് ഈ ഖമേനി. താലിബാൻ മുതൽ IS വരെയുള്ളവരോട് നിലപാടുണ്ടായിരുന്ന ഒരാൾ. പ്രസംഗിച്ചു പോയ പലതിലും സത്യങ്ങളുണ്ടായിരുന്നു. അണുബോംബ് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞത് ആരെയും പേടിച്ചിട്ടൊന്നുമല്ല, അതൊരു നിലപാടായിരുന്നു അയാളുടെ. അതൊരു വലിയ സത്യവുമായിരുന്നു. ചതിയും കള്ളങ്ങളും നിറഞ്ഞ ശത്രുക്കളുടെ ആരോപണങ്ങളിലെ ഓടിപ്പോയിരുന്ന ആളല്ല ഖമേനി. റംലാന്റെ പകലിലെ ആ കുടുംബത്തോടൊപ്പം, ആ കുട്ടികളോടൊപ്പം തന്നെ നിന്നിരുന്ന ഒരാളാണ്. ഏത് ഇറാനിക്കും ഊഹിക്കാൻ കഴിയും ആ വീട്ടിൽ ആളുണ്ടായിരുന്നു. ശത്രുക്കളുടെ ഇൻ്റലിജൻസ് പൊങ്ങച്ചങ്ങൾക്ക് ഒന്നും അവകാശപ്പെടാനില്ല. അവിടെ സ്ഥിരമായി ഇരിക്കുന്ന വീട്ടിൽ ആള് സ്ഥിരമായി തന്നെ ഉണ്ടാവും. അല്ലാതെ ഇവരുടെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കണക്കുകൂട്ടലുകൾ, കൃത്യത, അത് ഇത് മറ്റേത് മറിച്ചത് ഒന്നുമില്ല. ആള് ഒരേ ലെവലിൽ ഒരേ സ്ഥലത്ത് തന്നെ ഉണ്ടാവുന്ന ഒരാളാണ്. ടെഹ്റാനിലെ തൻ്റെ ആ ഒരു കൊട്ടാരത്തിൽ വളപ്പിൽ ആളുണ്ടാവും. അപ്പോൾ ജീവിതം മുഴുവൻ ഒരു പ്രദേശത്തിൻ്റെ സാമ്രാജ്യത്വ സയനിസ്റ്റ് വിരുദ്ധതയുടെ സൗമ്യമായ ഒരു ധീരനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അയത്തുള്ള ഖമേനി. അതിരുകളില്ലാത്ത വംശീയതയും ആധിപത്യമോഹവും തലയ്ക്ക് പിടിച്ച ഒരു പറ്റം ഭരണാധികാരികൾ ലോക സമാധാനത്തെ തകർത്തെറിയുന്ന കാഴ്ചയ്ക്കാണ് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന സൈനിക നീക്കങ്ങൾ കേവലം രാഷ്ട്രീയം എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാവില്ല. മറിച്ച് വംശീയതയിൽ അധിഷ്ഠിതമായ അടിച്ചമർത്തലുകളാണ്. സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകൾ പറക്കേണ്ട ആകാശത്ത് മിസൈലുകൾ ചീറിപ്പായുമ്പോൾ ഇറാനിൽ മാത്രം 80ഓളം പെഞ്ചുകുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 250ഓളം ജീവനുകളും ഒരു ജനതയുടെ സ്വപ്നങ്ങളുമാണ് ബലി കഴിക്കപ്പെട്ടത്. ഇന്നത്തെ യുദ്ധമുഖങ്ങളിൽ നാം കാണുന്ന ഒരു വലിയ വൈരുദ്ധ്യമുണ്ട്. ഇറാൻ നടത്തിയ തിരിച്ചടി സൈനിക താവളങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെങ്കിൽ ഇസ്രായേൽ വർഷിക്കുന്ന ബോംബുകൾ വീഴുന്നത് അഭയാർത്ഥി ക്യാമ്പുകളിലും സ്കൂളുകളിലും ആശുപത്രികളിലുമാണ്. സൈനിക ലക്ഷ്യങ്ങളും മനുഷ്യത്വത്തെ തുടച്ചു നീക്കാനുള്ള ലക്ഷ്യങ്ങളും തമ്മിലുള്ള ഈ വ്യത്യാസം കാണാത്ത കണ്ണുകൾ അന്ധമാണ് എന്ന് പറയേണ്ടി വരും. അമേരിക്കൻ സാമ്രാജ്യ ശക്തിക്ക് എതിരെ നിലനിന്ന് പോരാടേണ്ട സമയം അടുത്തു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു പേഴ്സണലി ഒപ്പീനിയൻ, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് മാത്രമായിരിക്കാം. അമേരിക്കയുടെ എല്ലാ കാര്യങ്ങൾക്കും ശരിവെച്ച് കൊടുക്കുന്ന രാഷ്ട്ര നേതാക്കൾ മാത്രം ഈ ലോകത്ത് ജീവിച്ചാൽ മതിയോ? നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.